ഹായ് എവരിബഡി, ഇതാണ് തേങ്ങ അരച്ച ചെറുപയർ കറി. അപ്പോൾ ഇന്ന് നമ്മളുടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച ചെറുപയർ കറിയാണ്. ഇതറിയാമല്ലോ എന്താണെന്ന്. ഇതാണ് ചെറുപയർ, ഇതുകൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഇത് 1 കപ്പ് എടുത്തിട്ട് വൃത്തിയായിട്ട് കഴുകി ഒരു 3 കപ്പ് വെള്ളത്തിൻ്റെ കൂടെ കുക്കറിലോട്ട് ഇടുവാണ്. ഇനി നമുക്കിതിൻ്റെ ഒരു 3 വിസിൽ വരുത്താം, അല്ലെങ്കിൽ 5 വിസിൽ. അങ്ങനെ 3, 5 എന്ന് പറയാൻ കാരണം നേരത്തെ അത് സോക്ക് ചെയ്തിട്ടേക്കുവാണെങ്കിൽ 3 വിസിൽ മതി. ആ സമയം കൊണ്ട് നമ്മൾക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയ്ക്കകത്തൊരു 1/4 സ്പൂൺ ജീരകവും കുറച്ച് വെളുത്തുള്ളിയുമാണ്. പിന്നെ ഇട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ ഇത് കാശ്മീരി ചില്ലിയാണ്, 1 സ്പൂണ് മുളക് പൊടി, ചില്ലി പൗഡർ. ഇത് രണ്ടും കൂടി നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കുക. വെള്ളമൊക്കെ ചേർക്കാം. എന്നിട്ട് അത് ഈ കളർ വന്നതിൻ്റെ കാരണം ഞാൻ മുളക് പൊടി ഇട്ടു. നിങ്ങൾക്ക് ആ കളർ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക്, ഒരു ഗ്രീൻ ചില്ലി അതിൻ്റെ കൂടെ അരയ്ക്കുക. അപ്പം ആ മുളകിൻ്റെ കളറ് വരില്ല. നമ്മൾക്ക് കുക്കർ തുറന്ന് നോക്കാം. കുക്കറ് 3 വിസിൽ വന്ന് എന്നിട്ട് തണുത്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് അതിനകത്തെ പയർ വെന്തോന്ന് നോക്കാം. അതേ, പയർ ശരിക്കും വെന്തിട്ടില്ല. കാര്യം ഞാൻ 3 വിസിലേ വരുത്തിയുള്ളൂ. കാര്യം നേരത്തെ കുതിർത്ത് വെക്കുവാണെങ്കിൽ, സോക്ക് ചെയ്യുവാണെങ്കിൽ 3 വിസിൽ മതി. ഇത് ഞാൻ പെട്ടെന്ന് ഇട്ട കാരണം വെന്തിട്ടില്ല. അതുകൊണ്ട് ഇനി അടിച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ വരുത്തുക. ടോട്ടൽ 5 വിസിൽ മതി. ഇപ്പോൾ അതാ നല്ലതുപോലെ വെന്തിട്ടുണ്ട് 5 വിസിൽ കഴിഞ്ഞപ്പം. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ഇത് വേണേക്ക് ഒന്ന് തവിയും കൊണ്ടൊന്ന് നല്ലതുപോലെ ഉടച്ചെടുത്ത ശേഷം നമ്മളെ അരച്ച തേങ്ങയും എല്ലാം കൂടെ ഇതിനകത്തോട്ട് എടുത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. കടുക് വറുക്കുന്ന എന്തൊക്കെയാണെന്നറിയാമല്ലോ. കടുക്, മുളക്, പിന്നെ കരിവേപ്പില. ഇതൊന്ന് പൊട്ടി കഴിയുന്ന ഉടനെ അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും, എത്ര ഉള്ളി വേണമെങ്കിൽ അരിയാം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത്രയും ഉള്ളി ചെറിയ ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഇടുന്നത് അത്രയും ടേസ്റ്റ് കൂടും. ഞാൻ എളുപ്പം കാണിക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം അത് ഈ കരിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ നല്ലതുപോലെ വഴറ്റുക. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മൾക്കതെടുത്ത് നമ്മുടെ കുക്കറിലോട്ട് ഇടും. നല്ല ലൈറ്റ് ബ്രൗണായി നമ്മൾക്കിതെടുത്ത് നമ്മുടെ കുക്കറിനകത്തോട്ട് തന്നെ ഇടുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എത്ര വെള്ളമാണോ വേണ്ടിയത് അത് അരപ്പ് ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ആ അരപ്പിൻ്റെ കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ടി അതുപോലെ ആക്കാം. പിന്നെ അതിൻ്റെ അന്നേരം തന്നെ സോൾട്ടും ചേർക്കണം. സോൾട്ട് ചേർത്തിട്ട് എല്ലാം കൂടെ ചെറുതായിട്ടാണ് ചൂടാക്കുക. അങ്ങനെ നമ്മളുടെ തേങ്ങ അരച്ച ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കഴിക്കാം.